നമസ്കാരം. നമ്മളോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ കല്ലമ്പള്ളി കൃഷ്ണൻ നായരാണ്. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടിലേറെ പ്രവൃത്തി പരിചയമുള്ള ഇദ്ദേഹം മുഖ്യധാരാ പത്രപ്രവർത്തനത്തിനോടൊപ്പം തന്നെ ചലച്ചിത്ര പത്രപ്രവർത്തനത്തിലും ചലച്ചിത്ര നിരൂപണത്തിലും ഫിലിം ഫെസ്റ്റിവലുകളുടെ റിപ്പോർട്ടിങ്ങിലുമൊക്കെ അതിയായ മികവ് പുലർത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. 2009 IFFKയിലെ മികച്ച മാധ്യമപ്രവർത്തകനുള്ള പുരസ്കാരവും ശ്രീ കൃഷ്ണൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഈ അടുത്ത ദിവസം വാഴ എന്ന സിനിമ കണ്ടു. അപ്പോൾ സിനിമ അതിൻ്റെ 1ാം ഭാഗം ഇദ്ദേഹം കണ്ടിരുന്നു. ഇപ്പോഴത്തെ ചിത്രം നല്ല തിരക്കുകൾ കാരണം 2ാമത്തെ ആഴ്ചയിലാണ് കാണാൻ പറ്റിയത്. വാഴ എന്ന ഒരു പ്രയോഗം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും വാഴയോട് ചേർന്നുള്ള ചില പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ ഒക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പൊക്കെ ഈ വാഴയ്ക്കൊരു ചില പ്രത്യേക പ്രയോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഇപ്പോൾ ഈ വാഴ അങ്ങനെ ഇപ്പോൾ ഈ സിനിമ മലയാള സിനിമയിൽ തന്നെ ഒരു ചരിത്രം കുറിക്കുന്ന വിജയമായി മാറിയിരിക്കുന്നു. ഏതാണ്ട് 200 കോടി ക്ലബിലേക്കൊക്കെ അടുത്തു. ഈ ഒരു ട്രെൻഡ് സെറ്ററായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ സിനിമ പണ്ഡിതന്മാരുടെ ഒരു വിലയിരുത്തൽ. കാര്യം ഇത് കൗമാരക്കാരുടെ ഒരു കഥയാണ്. ഒരു +2 പഠിക്കുന്ന പിള്ളേരിൽ നിന്ന് അത് കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും വളർന്നു വരുന്ന ഒരു സിനിമയാണ്. അപ്പം ആ സിനിമ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ എങ്ങനെ ഈ സിനിമ സ്വാധീനം ചെലുത്തുന്നു എന്നുകൂടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈ വാഴ അടുത്ത കാലത്തിറങ്ങിയ മലയാള സിനിമയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ജീവൽ സ്പർശിയായ ഒരു സിനിമ. ഇത്രത്തോളം ജീവൽ സ്പർശിയായ ഒരു സിനിമ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കണ്ടപ്പോൾ ഒരു നല്ല നോവൽ വായിച്ച പ്രതീതിയായിരുന്നു. മലയാളത്തിലിപ്പോൾ അങ്ങനെ നല്ല നോവലുകൾ ഉണ്ടായിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാകാം അങ്ങനെ ഒരു ഫീലിംഗ് വന്നത്. കാരണം ഒരു തലമുറയുടെ ജനനം മുതൽ അവരുടെ കുട്ടിക്കാലം, കൗമാരം, അവരുടെ വിദ്യാഭ്യാസകാലം, അത് കഴിഞ്ഞ് തൊഴിലന്വേഷിച്ച് ഈ ലണ്ടൻ യു കെയിലേക്ക് പോകുന്ന ആ ഒരു കാലം, അവിടെ വന്ന് സ്വപ്നങ്ങളുമായി പോയി അവസാനം സ്വപ്നഭംഗങ്ങളുമായി അവിടുന്ന് രക്ഷപ്പെടാനുള്ള ത്വര, ഇങ്ങനെ നമ്മുടെ സമകാലീന ജീവിതത്തിൻ്റെ ഒരു ചിത്രം, ഒരു നേർ ചിത്രം നമുക്കിതിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയവും. അത് ഇത്രത്തോളം ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. തലസ്ഥാനം, അല്ലെങ്കിൽ പിന്നെ ഫോർ ദ പീപ്പിൾ, പിന്നെ രഞ്ജി പണിക്കരുടെയൊക്കെ സിനിമകൾ. അപ്പോൾ അത്തരം സിനിമകളൊക്കെ ഒരു സാമൂഹിക വിഷയങ്ങളിലെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ആ ശ്രേണിയിൽ വരുന്ന, എന്നാൽ നമ്മളത് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അത്തരം പ്രതിഷേധമാണ്, പക്ഷേ അതൊരു പ്രത്യേക രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നു, അതിൻ്റെ സംവിധാനം. അപ്പോൾ അതെങ്ങനെയാണത്? ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ സംഭവം എന്ന് പറയുന്നതല്ല, അതിനകത്ത് പ്രതിഷേധത്തിനാണ് പ്രാധാന്യം. ഇതത് മാത്രമല്ല, അതിലുപരി സിനിമയുടെ ക്രാഫ്റ്റ് അതിനേക്കാളുമൊക്കെ വളരെ മെച്ചമാണ്. അത് ഈ പുതിയ തലമുറയുടെ ഒരു ശക്തി തന്നെയാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, S ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന കലാമതിയുടെ പത്രാധിപര്, അദ്ദേഹം ഈ ഇടക്കാലത്ത് സിനിമ നിരൂപണം നടത്തുകയും ഒരുപാട് ശത്രുതകൾ ഉണ്ടാകുകയും സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അതേ ഒരു നല്ല സിനിമ ലോഹിദാസിൻ്റെ മറ്റൊരു സിനിമയാണെന്ന് തോന്നുന്നു, കിരീടമോ അങ്ങനെ. അപ്പോൾ ആ സിനിമയുടെ എജി ജോർജിൻ്റെ മറ്റേ സിനിമയാണ്. അപ്പോൾ
ആ സിനിമയുടെ കുറിച്ച് അദ്ദേഹം ഉദാഹരണ സഹിതം എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു 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 മതിൽ കെട്ടുന്നത് പോലെ, ഒരു അടിസ്ഥാനം കെട്ടുന്നത് പോലെ അതിൻ്റെ കല്ലുകളും ചാന്തും സിമെൻറ്റും കൂട്ടൊക്കെ നല്ലതായിട്ട് ചേർത്ത് അടുക്കിയാണ് അത് പണിത്. അത് അത്ര ബലത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ജനനം മുതൽ ബാല്യകാലത്തെ സ്നേഹബന്ധം, കൗമാരത്തിലെ സ്നേഹബന്ധം, പിന്നീട് വളർന്നു കഴിഞ്ഞ് പ്രണയം, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഈ ഒരു സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ കുട്ടികളെ അറിയുന്നില്ല, വേറൊരു തലത്തിൽ ജീവിച്ചു പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും, അത്ര വളരെ കൃത്യമായിട്ടാണ്. അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു രംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഈ സിനിമ വേറിട്ട് നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ക്രാഫ്റ്റിൽ അത് നമ്മളിപ്പോൾ പ്രതിഷേധത്തിൻ്റെ അഗ്നി മാത്രമല്ല, അതിൻ്റെ പൊട്ടിത്തെറികളല്ല, ഈ ജീവിതവും കൂടെ പോസിറ്റീവായിട്ട്. അല്ലേ? പിന്നെ ഒറിജിനൽ സിനിമയാണത്. സിനിമയാണ്. ഞാൻ നേരത്തെ നോവലിൻ്റെ ഒരു പ്രതീതി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ശരിക്കും ഇപ്പോൾ വിപിൻ ദാസ് ഈ നോവൽ ആദ്യം എഴുതിയിരുന്നെങ്കിൽ സിനിമ ഇതിനേക്കാൾ മെച്ചമാകും. അങ്ങനെ ഇതിനെ ഇത്രയും പിന്നെ ഇതിവൃത്തം, ഇത്രയും സമഗ്രമായ ഒരു ഇതിവൃത്തം വെച്ചിട്ടൊരു നോവൽ എഴുതിയിരുന്നെങ്കിൽ ഈ സിനിമയെക്കാളും വളരെ ഗംഭീരമാകുമായിരുന്നു. ആ നോവൽ വെച്ചിട്ടൊരു സിനിമ ചെയ്തിരുന്നെങ്കിൽ സിനിമ ഇതിനേക്കാൾ അതിഗംഭീരമാകുമായിരുന്നു. അപ്പോൾ വിപിൻ ദാസ് അത്ര വേറെ മറ്റു സിനിമകൾ ഏതൊക്കെയാണ്? ജയ് ഹോ എന്നുള്ള സിനിമ, പിന്നെ ഗുരുവായൂർ അമ്പലനടയിൽ, ഇതൊക്കെ ഭയങ്കര ജനകീയമായ സിനിമകളാണ്. പക്ഷെ അതിനേക്കാളും എല്ലാം ജീവിതഗന്ധിയായ ഒരു സിനിമയാണ് ഇത്, ഈ വാഴ. ഈ വാഴയുടെ ആദ്യ ഭാഗം സാർ കണ്ടിരുന്നത്? ആദ്യ ഭാഗം കണ്ടു. ആദ്യ ഭാഗം അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റെപ്പാണ്, ഈ പടത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് മാത്രം കരുതിയാൽ മതി. പക്ഷെ ഇതാണ് ഒറിജിനൽ സിനിമ. ഇപ്പോൾ മലയാളത്തിലെ മുഖ്യധാര താരങ്ങൾ, സ്റ്റാറുകളുടെ സിനിമയ്ക്ക് വരുന്നതിനേക്കാൾ ഇനിഷ്യലും അതുപോലെ തന്നെ ഒരു കളക്ഷനും ഒരു വല്ലാത്ത ലെവലിലേക്ക് ഈ സിനിമ, ഇതിൻ്റെ സാമ്പത്തിക വശം, ഇതിൻ്റെ എക്കണോമിക്സ് അങ്ങനെ കയറിപ്പോവുകയാണ്. ഇപ്പോൾ ഈ യുദ്ധവും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഇൻകം കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊരു വലിയൊരു ഫിഗറിലേക്ക് ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇതിൽ സിനിമയ്ക്ക് സ്റ്റാറിൻ്റെ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിനകത്ത് സൂപ്പർ സ്റ്റാറുകൾ ഒന്നുമില്ല. ഒരു ഇടത്തരം എന്ന് പറയാവുന്ന നടന്മാർ പോലും അപ്പോൾ കുറച്ചേ ഉള്ളൂ. അല്ല, നമ്മുടെ മലയാളത്തിലെ ഈ ഇടത്തരം നടന്മാരുടെ സാന്നിധ്യം ഈ സിനിമയ്ക്ക് ഒരു കരുത്ത് പകരുന്നു. സുധീഷ്, പിന്നെ ബിജുക്കുട്ടൻ, അതുപോലെ തന്നെ മറ്റേ നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള വിജയ് ബാബു, അൽഫോൺസ് പുത്രന്റെ ഒരു സാന്നിധ്യം, ഇത് പിന്നെ അതുപോലെ തന്നെ അമ്മ വേഷം ചെയ്യുന്ന അശ്വതി ചന്ദ്, അതുപോലെ തന്നെ ഒരു അമ്മൂമ്മയുടെ ഒരു മുസ്ലിം വൃദ്ധയുടെ വേഷം ചെയ്യുന്നുണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണെന്ന് തോന്നുന്നു. ഇത് പണ്ടൊക്കെ ഇടക്കാലത്ത് തമിഴിൽ ഈ സിനിമ സംഘങ്ങൾ ചേർന്ന് ഇവർ കഥകൾ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അവർ കഥയുണ്ടാക്കി അങ്ങനത്തെ സിനിമ, അഥവാ അജിത്തും വിജയും ഒക്കെ കയറി വരുന്ന ആ സമയത്ത് മലയാള സിനിമ, ഈ തമിഴ് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ട്രെൻഡ് മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇതൊരു സംഘമാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ. നമ്മൾ പേര് കേട്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംവിധായകൻ്റെ പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സവിനസ് എ. അപ്പോൾ നമ്മളങ്ങനെ ഒരു പേര് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ അതിനൊരു പ്രത്യേക പ്രാധാന്യമോ അങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയം പോലെയാണ്. അതുപോലെ 4 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അതൊരു വലിയ വിജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായൊരു കാര്യമാണ് മലയാള സിനിമയ്ക്ക്, അല്ലേ? മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു നല്ല സിനിമയും വന്നിട്ടില്ല. സിനിമ എന്നുള്ള നിലയിൽ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാറുണ്ട്, ഈ +2 പഠിക്കുന്ന പിള്ളേർ കൂട്ടത്തല്ല്
അങ്ങോട്ട് ഒരു കണ്ണുമുട്ടിയുള്ള ഇടി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ള കാരണം എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ കൂട്ടത്തിൽ എങ്ങനെയാണത് ഉണ്ടായി വരുന്നത്. അപ്പോൾ അത് ആ ഒരു സ്കൂളിനെ ഫോക്കസ് ചെയ്ത് ആ കുട്ടികളുടെ ഒരു ചെറിയ ഒരു സ്പാർക്കിൽ നിന്ന് ഇത് ഉണ്ടായി വരികയാണ്. അപ്പോൾ അത്തരം കൂട്ടത്തല്ല് അതുപോലുള്ള കാര്യങ്ങൾ അതിൻ്റെ പരിസമാപ്തിയൊക്കെ ഇതിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വീട്ടമ്മ, ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു സ്ത്രീ അവരുടെ കുട്ടികളും കുടുംബമായിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഈ സിനിമ നൽകുന്നൊരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്കിത് മനസ്സിലാക്കും. ഈ മയക്കുമരുന്ന് അപ്പോൾ അതുപോലത്തെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ളൊരു മെസ്സേജും കൂടെ ഉണ്ട് ഇതിന്. പിന്നെ അതിന് ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ ഒരു കുഞ്ഞിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും കുട്ടികളുടെ താളം തെറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ഈ സിനിമ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതാ ഒരു വീട്ടമ്മയുടെ അഭിപ്രായം അതൊക്കെ വളരെ കൃത്യമായി ഈ സിനിമ പറയുന്നു. അപ്പോൾ അത്ര വളരെ സൂക്ഷ്മമായ ഒബ്സർവേഷൻ ഇതിൻ്റെ എഴുത്തിലുണ്ട്. അതെ, അതാണ് ആ നോവൽ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അതെ അതെ അതെ. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണത്. ഇത് പിന്നെ കോമഡി ഫോർമാറ്റിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ശരിക്കും. പക്ഷെ ആ കോമഡിക്ക് ഇപ്പം നമ്മുടെ ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകളിലുള്ള കോമഡികളുണ്ടല്ലോ, അതിൻ്റെ അടിത്തറയിൽ കണ്ണുനീരാണ്. അങ്ങനെ കണ്ണുനീര് തുളുമ്പുന്ന തമാശകളാണ്. പക്ഷെ നമ്മൾ ചിരിക്കും. അത് ജീവിതഗന്ധിയായ അത് അതുകൊണ്ടാണ് ഞാൻ നോവലെന്ന് പറയാൻ കാര്യം. ഈ ഒരു ഘട്ടം കഴിഞ്ഞ പിന്നെ ആ കഥയുടെ ഗതി തന്നെ വളരെ ഗൗരവമായി തീർന്നിട്ട് വികാരനിർഭരമായ ഒരു അവസ്ഥാന്തരങ്ങളിലേക്കാണ് അത് കടന്നിരുന്നത്. അതിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്ത് പോകണമെന്നും അവിടെ പോയാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ. ആ സങ്കല്പത്തിൻ്റെ ഒരു നേർചിത്രം ഈ സിനിമ കാണിക്കുന്നു. അവിടെ പോയി അവിടെ നേരിടുന്ന ഇഷ്യൂസ്, പിന്നെ ഇവിടെ നിൽക്കുന്നവർ നേരിടുന്ന ഇഷ്യൂസ്, ഇത് രണ്ടും ഒരേ സമയത്ത് തുല്യമായ അളവിൽ പ്രേക്ഷകന് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പല നമ്മുടെ ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ചില യഥാർത്ഥ സംഭവങ്ങളുടെ പുനരാവിഷ്കരണവും ഇതിനകത്ത് ഉണ്ട്. ഒരു സദ്യ വിളമ്പുന്ന സ്ഥലത്തെ ഒരു തല്ല്, അതുപോലെ തന്നെ ഒരു ബിജുക്കുട്ടൻ്റെ ക്യാരക്ടർ വീഴുന്ന അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള സംഭവങ്ങളെ ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ബിജുക്കുട്ടനെ സംബന്ധിച്ച് പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്ക് ടച്ചിങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്ന വിനായകനാണെന്ന് തോന്നുന്നു പേര്. നല്ല വല്ലാത്തൊരു ബന്ധമാണത് അവസാനം പിന്നെ പുള്ളിയുടെ മരണം സൃഷ്ടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കാസ്റ്റിങ്, ഈ പുതിയ പിള്ളേരുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള പിള്ളേരെ ഒന്നുമല്ല. പക്ഷേ അവരുടെ കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്ന പോലെയാണ്. അതെ അതെ. അവരുടെ ആ കൂട്ടായ്മയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഈ 4 പേരുടെ അവരിപ്പോഴും ഒരു സുഹൃത്തുക്കളാണ്. ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ആ ഒരു മാജിക് ഉണ്ട് അതിനകത്ത്. അല്ല, അവർ വീട്ടിൽ പോയിട്ടില്ല. അവരിപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിൻ്റെ ആഘോഷത്തിൽ തന്നെ ഇവരിതിൽ നിൽക്കുകയാണ്. അതിൻ്റെ ആഘോഷം അവർക്ക് തീരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് ഇനി ഒരു 3ാം ഭാഗമുണ്ട് അല്ലേ? 3ാം ഭാഗമുണ്ട്. അത് സ്ത്രീകളുടെ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനും ഒരു വല്ലാത്തൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്നു. അതെന്ന് വെച്ചാൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ ഒരു കാഴ്ചയിലൂടെ കാണാനായിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല ട്രെൻഡാകട്ടെ. പിന്നെ ഈ കൗമാരക്കാരെ വെച്ചിട്ട് നിരവധി സിനിമകൾ ഇൻഡസ്ട്രിയിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതൊരു ട്രെൻഡ് സെറ്ററായി മാറിയെന്നുള്ളതാണ്. ഒരു വലിയ കാര്യം തന്നെ അല്ലേ? അല്ല, മലയാള സിനിമ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണിത് വാഴ. ഓക്കെ.